ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ നട്ട മുളക് തൈയിൽ ഒരുപാട് മുളകുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരു വട്ടം പറിച്ചു. ഇതിനിടയ്ക്ക് നമ്മൾ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, കുട്ടികൾ മുളക് പറിക്കുന്ന വീഡിയോ. അത് കഴിഞ്ഞ് ഇപ്പം കുറച്ച് ദിവസമായി. ഇപ്പോൾ ആദ്യം മുളക് വീണ്ടും ആയിട്ടുണ്ട്. നല്ല മുളകാണ് കേട്ടോ, നല്ല എരിവുള്ള മുളകാണ്. പിന്നെ നല്ല വലിപ്പമൊക്കെയുള്ള മുളകാണ്. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഈ മുളക് തന്നെയാണ് ഉപയോഗിക്കാറ്. കടയിൽ നിന്നൊന്നും ഇപ്പം വാങ്ങാറില്ല. നമുക്ക് ആവശ്യമുള്ള മുളകുകൾ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ഇതിന് വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികളുടെ വേസ്റ്റും പിന്നെ ചാണകം കിട്ടിയാൽ ചാണകം ഇട്ട് കൊടുക്കും. പിന്നെ വെണ്ണീരുണ്ടെങ്കിൽ വെണ്ണീരിട്ട് കൊടുക്കും. അതൊക്കെയാണ് ഇതിന് വളമായിട്ട് ഉപയോഗിക്കുന്നത്. രാസവളങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികൾക്കായാലും എന്തിനായാലും രാസവളം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള പച്ചക്കറികൾ ഇതുപോലെ വീട്ടിലുണ്ടാക്കിയാൽ നമ്മൾക്ക് അതൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ മുളക് ചെടിക്ക് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. എത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത്രയും നന്നായിട്ട് മുളക് ചെടി വളരുന്നു, മുളകുകളൊക്കെ ഉണ്ടാവും. പിന്നെ മുളകുകളൊക്കെ മൂത്ത് കഴിഞ്ഞാൽ പരമാവധി നമ്മളത് ചെടിയിൽ നിന്ന് പറിച്ച് എടുത്ത് വെക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ചെടി വാടിപ്പോകാൻ സാധ്യതയുണ്ട്. മുളകിൻ്റെ എരിവ് ഇറങ്ങി ചെടി വാടിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ശരിക്കും അറിയില്ല. ഞാനതുകൊണ്ട് തന്നെ മുളക് ഒരുവിധം ആകുമ്പോൾ തന്നെ പറിച്ച് വെക്കലാണ്. നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കാനുള്ള പച്ചമുളകുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.